ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ദില്ലിയിൽ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക്. When we were 1 or 2 or 3 people were dissenting, the Congress party was in favor of GST. Honorable Minister Chidambaram introduced this initially. Now he is very strongly protesting against these policies. They were behind this policy. They introduced and they were arguing, and when we asked for some kind of dissent, they were not ready. But now they understood. Even they were very vocal against the ill decisions or happenings in the GST era. GST-യുടെ കാര്യത്തിൽ GST ഈ പാർട്ടിയുടെ നിലപാട് CPM-ന്റെ നിലപാടായിട്ട് ഇപ്പോൾ പറയുന്നത് GST സംവിധാനം പരിപൂർണ്ണ പരാജയമാണ്, ഇത് ഡിസ്മാൻഡിൽ ചെയ്യണമെന്നാണ്. താങ്കൾ നേരത്തെ സെലക്ട് കമ്മിറ്റിയുടെ കാര്യം പറഞ്ഞു, അന്നും ഇത് ഫെഡറൽ സംവിധാനത്തിന് വിരുദ്ധമാണെന്ന് കൊണ്ടായിരുന്നു. കേരള സർക്കാരിൻ്റെ നിലപാടെന്താ? ഇത് ഡിസ്മാൻഡിൽ ചെയ്യണമെന്നാണ്, പരാജയമാണോ? ഡിസ്മാൻഡിൽ ചെയ്യുക എന്നുള്ളത് ഗവൺമെൻറ് എന്ന നിലയിൽ ഗവൺമെൻറ്റിൻ്റെ ഭരണഘടനാപരമായ പ്രവർത്തനങ്ങളാണ് ചെയ്യാൻ പറ്റുക. ഞാനിപ്പോൾ അപ്പുറത്താണ് ഇരിക്കുന്നതെങ്കിൽ ഇവിടെ നിന്ന് പറയുന്ന പോലല്ല പറയുക. ഒരു സർക്കാരിലെ മന്ത്രി എന്ന നിലയിൽ ഞാൻ പറയുന്നതിന് ഭരണഘടനയ്ക്കകത്ത് നിന്നുകൊണ്ടേ പറയാൻ പറ്റൂ. ഇതിനകത്തെ ക്രിറ്റിസിസം ഞങ്ങൾക്കുണ്ട്, ആ ക്രിറ്റിസിസം ഞങ്ങൾ റേസ് ചെയ്യുന്നു. അതേസമയം ഞങ്ങൾ പറഞ്ഞ കോപ്പറേറ്റീവ് ഫെഡറലിസം, സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പ് നല്ലതുപോലെ പോകണം. ആ കോപ്പറേറ്റീവ് ഫെഡറലിസം എന്നുള്ള കൺസെപ്റ്റിനകത്ത് നിന്നുകൊണ്ട് വരുന്ന പരാതികളെ പരിഹരിക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ഇത് വന്നപ്പോൾ ഉണ്ടായിരുന്ന പ്രതീക്ഷ, ഞാനതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടിയുടെ തന്നെ പറഞ്ഞു, അവരും പ്രതീക്ഷിച്ച ഇങ്ങനെയല്ല. DMK അതിശക്തമായിട്ട് ഇപ്പോൾ എതിർക്കുന്നു, നേരത്തെ എതിർത്തിരുന്നില്ല. നല്ലതാണ്. കോൺഗ്രസിൻ്റെ മന്ത്രിമാർ ഏറ്റവും ശക്തമായി പറയുന്നു, തൃണമൂലിൻ്റെ മന്ത്രിമാർ ഏറ്റവും ശക്തമായി പറയുന്നു. അപ്പം ആ ശക്തമായി പറയുന്നതിനനുസരിച്ചിട്ട് ഒരു സിസ്റ്റം വന്നതിനെ പരമാവധി കറക്റ്റ് ചെയ്യാൻ ആദ്യം നോക്കട്ടെ കേന്ദ്ര ഗവൺമെൻറ്. അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ ന്യായമായി ചെയ്യുന്നില്ലെങ്കിൽ അത് ഫെയിലിയർ ആകുമ്പോൾ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വരും. കൃത്യമായി ഡിസൈൻ നോട്ടിനകത്ത് ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യം, ബ്രെക്സിറ്റ് എന്തുകൊണ്ടാണ്, ഗ്രീസ് എന്തുകൊണ്ടാണ് തകർന്നു പോയത്, അന്ന് യൂറോപ്യൻ യൂണിയൻ വന്നപ്പോൾ അതിനകത്തെ ടാക്സേഷൻ സിസ്റ്റത്തിനകത്ത് ഗ്രീസിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ബ്രെക്സിറ്റ്, ബ്രിട്ടൻ എന്തുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയനിൽ പുറത്തേക്ക് പോകുന്നത് ഈ ടാക്സേഷൻ സിസ്റ്റം ബ്രിട്ടന് അവർക്ക് ഫൈനാൻഷ്യലി കുഴപ്പമുണ്ടാക്കുമെന്ന് കണ്ടുകൊണ്ടാണ് അവർ പുറത്തേക്ക് പോയത്. എന്ന് മാത്രമല്ല, ആ പാർലമെൻറ്റ് രേഖകളിലുണ്ട്, ഞങ്ങൾ ചോദിച്ചു ലോകത്തെ ഏറ്റവും വലിയ മുതലാളിത്ത രാജ്യമായ അമേരിക്കയിൽ ഇതുണ്ടോ, ഈ സിംഗിൾ ടാക്സ് ഉണ്ടോ? ഇല്ല. GST പോലൊരു സംവിധാനം അവിടെ ഇല്ല. അപ്പോൾ ഇത് വരുമ്പോൾ ഉണ്ടാകുന്ന അപകടങ്ങളെപ്പറ്റി ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. എന്തായാലും വലിയൊരു സിസ്റ്റം വന്നു. ആ സിസ്റ്റത്തിനകത്ത് പരാതികൾ പരമാവധി ഒഴിവാക്കി കറക്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമമാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ നടത്തേണ്ടത്. കാരണം ഇപ്പോൾ ഒരു സിസ്റ്റം വന്നിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചർച്ചകളിൽ വീണ്ടും കാര്യങ്ങൾ നോക്കാം. പക്ഷെ അതുപോലും ചെയ്യുന്നില്ലെങ്കിൽ അപകടമാകും എന്നുള്ളതാണ് പറയുന്നത്. ഞങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളുമായി ചേർന്ന് തന്നെ ഈ കാര്യത്തിനകത്ത് സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങൾ GST കൗൺസിലിൽ ഈ കാര്യത്തിനകത്ത് വീണ്ടും ശക്തമായി പറയും. ഞങ്ങളിത് ഇപ്പോഴത്തെ കാലാവധി 5 വർഷത്തേക്ക് നീട്ടണം. കാരണം രാജ്യം മാത്രമല്ല, ലോകം തന്നെ ഏറ്റവും വലിയൊരു സാമ്പത്തിക തകർച്ചയിൽ ആണ് ഇപ്പോൾ. ആ സാമ്പത്തിക തകർച്ചയുടെ ഭാഗമായിട്ട് എക്കണോമി ആകെ തകർന്നു പോയി എന്നുള്ളതിനകത്തും അത്ഭുതമില്ല. കാരണം നൂറ്റാണ്ടിലൊരിക്കൽ വരുന്നൊരു പാൻഡമിക്, ആ പാൻഡമിക്കിൻ്റെ ഭാഗമായ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ GSTയുടെ എന്തെങ്കിലും അവർ ആഗ്രഹിച്ചിരുന്ന ഒരു നല്ല കാര്യം ഉണ്ടായിരുന്നെങ്കിൽ അതും നടന്നിട്ടില്ല. അത് നടക്കണമെങ്കിൽ 5 വർഷം കൂടിയെങ്കിലും നടത്തി നോക്കിയാലേ അറിയൂ. അതുകൊണ്ട് കോമ്പൻസേഷൻ പീരീഡ് 5 വർഷം കൂടി നീട്ടണം എന്ന് ഞങ്ങൾ പറയുന്നു. മറ്റ് സ്റ്റേറ്റുകളുമായി ചേർന്ന് തന്നെ ഞങ്ങൾ ആ കാര്യം അതിശക്തമായി പറയും. പറയുന്നു, ചോദിക്കുന്നുണ്ട്. ദിസ് ഇയർ Come again. GST collection, you are asking from the center the money disbursed. That is, we have to get 4,500 crores. 4,500 crores is the assured compensation which we have to get. That is 4,500. And the collection? Total collection is, it is every month it is changing. Last April was the record collection. I think 1,40,000. That was the record collection. Then again the second wave came down. So that's the situation. So 2 days back, P. Chidambaramji did a press conference and talked about the discord among the states on GST Council meetings. And that is one thing. But what is your response to that? Actually, what was the P. Chidambaram, Yeah. finance ministers, yeah? did a press conference in Delhi and said that there is discord among states at the GST Council, what you have been also highlighting. What is your response to P. Chidambaram? Actually, I was sorry, I was not read that piece. Earlier he wrote some article in some newspapers that I said. I am very happy. Mr. Chidambaram is also now thinking positively.
ബാലഗോപാലിന്റെ ധനകാര്യമന്ത്രിയാകുമ്പോൾ അതിനൊപ്പം കിട്ടിയ സമ്പദ്ഘടനയിൽ ഒരു 3.82 കുറവുണ്ടായിട്ടുണ്ട് പെർസെൻറ്റേജിൻ്റെ. ഇതിനെ എങ്ങനെ നമ്മൾ എന്താണ് ഒരു സ്ട്രാറ്റജി ഇതിനെ മറികടക്കാൻ? അതിൻ്റെ കൂടെ പാൻഡമിക്കൂടെ പറഞ്ഞു ഞങ്ങൾ മാജിക്കൊന്നുമില്ല ഇതിനെ മറികടക്കാൻ. ഞങ്ങളിപ്പോൾ കേരളത്തിൽ ഡോക്ടർ തോമസ് ഐസക് അവതരിപ്പിച്ച ബഡ്ജറ്റിന് ശേഷം 4 മാസം കഴിഞ്ഞിട്ടുള്ള ഒരു ബഡ്ജറ്റ്, പുതുക്കിയ ബഡ്ജറ്റ് പ്രസംഗമാണ് ഞാൻ നടത്തിയത്. മേജറായ കാര്യങ്ങളെല്ലാം നേരത്തെ പറഞ്ഞിരുന്നു, അതെല്ലാം നിലനിർത്തിക്കൊണ്ടാണ്. അതിനകത്ത് 2-3 കാര്യങ്ങളിലാണ് ഞങ്ങൾ പ്രതീക്ഷയോടുകൂടി ഊന്നൽ നൽകിയത്. ഒന്ന്, മുഴുവൻ ആളെയും വാക്സിനേറ്റ് ചെയ്യണം. അത് സെൻട്രൽ ഗവൺമെൻറ് ആ ഫണ്ട് തന്നില്ലെങ്കിലും നമ്മൾ ഫണ്ട് മുടക്കിയിട്ട് അതാണ് പ്രയോറിറ്റി. ആരോഗ്യം എല്ലാവരുടെയും നന്നായി വന്നു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളുകളും കോളേജിൽ പ്രവർത്തിക്കും, ഫാക്ടറി പ്രവർത്തിക്കും, കമ്പോളങ്ങൾ പ്രവർത്തിക്കും, പ്രവാസികൾ നാട്ടിലേക്ക് വന്നവർ തിരിച്ചു പോകും, വിദേശ ടൂറിസ്റ്റുകൾ നാട്ടിലേക്ക് വരും, ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളും ഫോറിൻ ടൂറിസ്റ്റുകൾ വരും. അങ്ങനെ നമ്മുടെ എക്കണോമി സജീവമാകും. ഇതിനുവേണ്ടി ഹെൽത്തിന് ഞങ്ങൾ പരമാവധി പണം മാറ്റിവെച്ചു. ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ ആളുകളുടെ കയ്യിൽ ഡയറക്റ്റായിട്ട് കുറച്ച് പണം എത്തിയാൽ മാത്രമേ അവരുടെ പർച്ചേസിംഗ് പവർ വർദ്ധിക്കൂ. അതിന് കുറേ പദ്ധതികൾ വെച്ചു. 8,900 കോടി രൂപ. അത് പലതും ഇപ്പോൾ കോൺട്രാക്ടർമാർക്ക് 6 മാസം കഴിഞ്ഞ് കൊടുക്കുന്ന പണം, അല്ലെങ്കിൽ ചിലത് 1 വർഷം വരെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കുക. പിന്നെ പെൻഷൻ എല്ലാം കൊടുക്കുക. പെൻഷൻ ഇല്ലാത്തവർക്ക് പ്രത്യേക ചില സ്കീമുകളിൽ പണം കൊടുക്കുക, തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഒന്ന് ആക്ടിവൈസ് ചെയ്യാം എക്കണോമിയെ. മൂന്നാമത്, നമ്മൾ ഇൻഡസ്ട്രികൾ, കൃഷിയുടെ കാര്യത്തിനകത്ത് കോപ്പറേറ്റീവ് സെക്ടറിനെ സ്ട്രെങ്തൻ ചെയ്ത് നമ്മുടെ പ്രൈമറി അഗ്രികൾച്ചർ കോപ്പറേറ്റീവ് സൊസൈറ്റികൾ വഴി അവർക്ക് ഫുഡ്, ഞാൻ നേരത്തെ പറഞ്ഞു, റബ്ബറിന് വില കിട്ടണമെങ്കിൽ റബ്ബറിൻ്റെ ഇപ്പോഴത്തെ ഉള്ള അതേ ആവശ്യങ്ങൾ മാത്രമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. മരച്ചീനി ഇപ്പോൾ ഉള്ളതിന് കൂട്ട് കെട്ടിക്കടന്നിട്ട് വില കിട്ടില്ല. ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ മന്ത്രിമാരുമായിട്ട്, കേരളത്തിലെ മന്ത്രിമാരുമായിട്ട് ഞങ്ങളൊരു സംസാരിക്കേണ്ട ഒരു യോഗത്തിൽ സംസാരിച്ചത്, ഈ നമ്മുടെ പല ഉൽപ്പന്നങ്ങളിൽ നിന്ന് വൈൻ ഉണ്ടാക്കാൻ പറ്റും. വൈൻ ധാരാളം എക്സ്പോർട്ട് ചെയ്യാം, നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇതിനൊന്നും അത് പിന്നെ നമ്മുടെ പൈനാപ്പിള് 15 രൂപ പോലും കിട്ടുന്നില്ല 1 കിലോ പൈനാപ്പിളിന്. എന്നാൽ അത് വൈനാക്കി കഴിഞ്ഞാൽ അവർക്ക് മിനിമം പ്രൊഡക്ഷൻ കോസ്റ്റ് കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞത് മാത്രമല്ല, അത്തരം സാധനങ്ങളുടെ കൃഷി, അതിൻ്റെ കളക്ഷൻ, അതിനെ നല്ലതുപോലെ റെഫ്രിജറേറ്ററിൽ വെച്ച് സൂക്ഷിക്കുക, അതിൻ്റെ മാർക്കറ്റിംഗ്, അതിൻ്റെ പ്രോസസ്സിങ്, ഇതിനെല്ലാം അഗ്രികൾച്ചറിന് നല്ലതുപോലെ ആ മേഖലയിൽ, കാർഷിക മേഖലയിൽ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടി 2000 കോടി രൂപയുടെ ലോൺ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സംസാരിച്ചിരുന്നു. നബാർഡുമായിട്ടും എല്ലാം സംസാരിച്ചിരുന്നു. ഞങ്ങളും അതിന് ഇൻട്രസ്റ്റ് സബ്സിഡി കൊടുത്തിട്ട് 3%, 4% ഒക്കെ പലിശയ്ക്ക് കൊടുക്കുന്ന തരത്തിലേക്ക് വരിക. വ്യക്തികൾക്കും കൊടുക്കും. പ്രവാസികൾക്ക് വ്യവസായം തുടങ്ങാനുള്ള കാര്യങ്ങൾ കൊടുക്കാൻ ഇങ്ങനെ ആലോചിച്ചു. MSMEകൾക്ക് ഉൾപ്പെടെ പലിശരഹിതമായിട്ടോ അല്ലെങ്കിൽ പലിശ കുറച്ചോ വലിയ തോതിൽ പണം എത്തിക്കുക. കാരണം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ അടച്ചുപൂട്ടിപ്പോയി പലതും. ഞങ്ങൾ സെൻട്രൽ ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ്. KFC കേരള ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണ്. KFC ഡിസംബർ മാസം വരെ മൊറട്ടോറിയം കൊടുത്തു. 18% വരെ ഉള്ളായിരുന്ന പലിശ 10%-ലേക്കൊക്കെ താഴ്ത്തിക്കൊണ്ട് പല മേഖലയിലും കൊണ്ടുവന്നു, 9%-ലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അതുപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രികൾക്ക് വളരെ പലിശ കുറഞ്ഞ പണം കൊടുക്കാൻ തീരുമാനിച്ചു. ഇങ്ങനെ ഇൻഡസ്ട്രിയെ ഒന്ന് ആക്ടിവൈസ് ചെയ്യുക, ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ടൂറിസം സെക്ടർ വളരെ പെട്ടെന്ന് ആക്ടിവൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ആരോഗ്യം മെച്ചപ്പെട്ട് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കേരളത്തിൽ പോയാൽ ഇഫ് കേരള ഈസ് കോവിഡ് ഫ്രീ, പീപ്പിൾ വിൽ ഗോ ടു കേരള. അപ്പോൾ അങ്ങനെ ആകുമ്പം നമുക്ക് എത്രയും പെട്ടെന്ന് ടൂറിസം സജീവമാക്കാൻ പറ്റും. ടൂറിസത്തിൻ്റെ ബേസിക് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. നല്ല കടൽ, നല്ല കായൽ, നല്ല കാലാവസ്ഥയൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെന്താ, ബാക്കി നമ്മൾ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1 വർഷമായിട്ട് അടച്ചു കിടക്കുകയാണ്. ഹൗസ് ബോട്ട് ഓടിയിട്ടില്ല, ഹോട്ടലുകൾ അടച്ചു കിടക്കുകയാണ്. ഇതൊക്കെ പെട്ടെന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല. അതിന് വേണ്ട സഹായങ്ങൾ എത്തിക്കുക, ആക്ടിവൈസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്തു. ഇങ്ങനെ എക്കണോമി ഈ പാൻഡമിക്കിൻ്റെ പീരീഡ് കഴിയുമ്പോൾ വലിയ സാമ്പത്തിക പ്രശ്നമാണ്. എപ്പോഴും നമുക്ക് ഇതുപോലെ തുടരാൻ പറ്റില്ല. അതുകൊണ്ട് പാൻഡമിക്കിൻ്റെ കാലം കഴിയുമ്പോഴേക്കും നമ്മുടെ എക്കണോമിയിൽ കുറച്ചുകൂടി ആക്റ്റീവായിട്ടുള്ള പ്രവർത്തനം നടത്തി കഴിഞ്ഞാൽ നമ്മുടെ ഇൻകം വർദ്ധിച്ചു തുടങ്ങും. ഇപ്പോൾ 5 വർഷമായിട്ട് ഏകദേശം നമ്മുടെ എക്കണോമിയിലെ വരുമാന സ്റ്റാഗ്നേഷനാണ്. തുറന്നു പറയാതിരിക്കാൻ പറ്റില്ല. ഇതെല്ലാം ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിലുള്ളതാണ്. അതുകൊണ്ട് ഇറ്റ്സ് നോട്ട് എ സീക്രട്ട്. 5 വർഷമാണ്. ലാസ്റ്റ് ഇയറിൽ ദർ ഇസ് എ ഫാൾ ഇൻ ടാക്സസ്. 5,000 crores കേരളത്തിലെ ടാക്സിൽ കുറവുണ്ട്. ഇതും രഹസ്യമല്ല, ഡോക്യുമെൻറ്റിലുള്ളതാണ്. അങ്ങനെ നിൽക്കുന്ന 5 വർഷമായിട്ട് സ്റ്റാഗ്നേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ ഒരു വശത്ത് ചികിത്സയുടെയും ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ പണം കൂടുന്നു. 10-15,000 കോടിയോളമാണ് ചില പരിഷ്കരണങ്ങൾ വഴി, ശമ്പള പരിഷ്കരണം ഉൾപ്പെടെ, പെൻഷൻ പരിഷ്കരണം ഉൾപ്പെടെയുള്ള പല ചിലവുകളും വരുന്നു. ആരോഗ്യരംഗത്ത് ചിലവ് വരുന്നു. പണത്തിൻ്റെ ചിലവ് കുറയുന്നില്ല, വരുമാനം കുറയുന്നു. അപ്പോൾ അതിനെ നേരിടാൻ വേണ്ടിയിട്ട് എക്കണോമി വളരുക എന്നുള്ളതാണ് മാർഗം. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇത്തരം ഹെൽത്തി ആയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഘട്ടം കഴിയുമ്പോഴേക്കും നല്ലതുപോലെ ഗ്രോ ചെയ്യാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓടിയെത്താൻ പറ്റും. അതാണ് പ്രതീക്ഷ. അതൊരു വലിയ ഒരു വശത്ത് ഇത് പറയുമ്പോൾ, പ്രോത്സാഹനം പറയുമ്പോൾ, മറുവശത്ത് കീറ്റക്സുകാരെ പോകുന്നു, സിനിമാക്കാർ ഷൂട്ടിങ്ങുമായിട്ട് തെലുങ്കാനയ്ക്ക് പോകുന്നു.
ഇതിനെയൊക്കെ രാഷ്ട്രീയക്കാർ അവർ രണ്ടുപേരും പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും രാഷ്ട്രീയം ഇല്ലാതെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഒരു വഴി കൂടി ഇത് പറയുമ്പോൾ മറുവഴി കൂടെ വേറൊന്നും സംഭവിക്കുന്നുണ്ട്. ഈ സിനിമാക്കാരുടെ കാര്യത്തിനകത്ത് സിനിമയ്ക്ക് അവിടെ കോവിഡിൻ്റെ വേറെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടല്ല അവിടെ ഷൂട്ടിങ്ങിൻ്റെ. കേരളത്തിനകത്തായാലും നേരത്തെ തന്നെ അവർക്ക് വിനോദ നികുതി എല്ലാം ഇളച്ചു കൊടുത്തതാണ്. ഏത് മേഖലയിലാണ് ഇളച്ചു കൊടുക്കാത്തത്? എല്ലാ മേഖലയിലും നമ്മൾ ഇളച്ചു കൊടുത്തിട്ടുണ്ട്. സിനിമാ തിയേറ്ററുകൾ തുറന്ന് പ്രവർത്തിക്കുന്നില്ല, OTT പ്ലാറ്റ്ഫോമിലാണ് ഇപ്പോൾ വരുന്നത്, തുടങ്ങിയ കാര്യങ്ങൾ അറിയാം. അപ്പോൾ അത് സ്വതസിദ്ധമായിട്ട് അങ്ങനെ ഞങ്ങളെ ഒന്ന് സിനിമയുടെ കാര്യം അങ്ങനെ പറയേണ്ട ഒരു പ്രശ്നം ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കിറ്റക്സിൻ്റെ വ്യവസായി പോയി, അതിനെപ്പറ്റി വളരെയേറെ ചർച്ച നടന്നതാണ്. ഒരു കാര്യമുണ്ട്, നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ചെറിയൊരു പരാമർശം അതിനെപ്പറ്റി നടത്തി. നമ്മുടെ വ്യവസായ മന്ത്രി വളരെ വിശദമായ കാര്യത്തെപ്പറ്റി പറഞ്ഞു. ഒരു നിലപാടും അവർക്കെതിരായിട്ട് കേരള ഗവൺമെൻറ് എടുത്തിട്ടില്ല. ചില പ്രതിപക്ഷവും പറഞ്ഞല്ലോ കേരളത്തിലെ വ്യവസായത്തിൻ്റെ മേഖലയിലല്ല അങ്ങനൊരു കാര്യം എന്ന് പറഞ്ഞു. പിന്നെ എന്തുകൊണ്ടായത്? നിങ്ങൾ ഇക്കണോമിക് പത്രമൊക്കെ കൈകാര്യം ചെയ്യുന്ന പത്രപ്രവർത്തകരുണ്ടാവും ഇവിടെ. ആർക്കാണ് ഇതുകൊണ്ടുണ്ടായ ലാഭം? കഴിഞ്ഞ ദിവസങ്ങളിൽ ഷെയർ മാർക്കറ്റിലെ ഷെയർ ഇങ്ങനെ കൂടി വരുന്നു, നല്ല കാര്യമാണ്. ഒരു വ്യവസായിയുടെ ഏറ്റവും നല്ല ബുദ്ധിയാണ്, ഞാൻ അതിനൊന്നും എതിരല്ല. കേരളത്തിൽ എന്തെങ്കിലും ചെയ്യാത്തത് കൊണ്ടല്ല എന്നുള്ളതിന് കേരളത്തിൽ അവർക്കെതിരായിട്ടൊന്നും ചെയ്തില്ല. നിങ്ങൾക്കറിയാം, നല്ല റിലേഷൻഷിപ്പാണ്. ഏത് വ്യവസായത്തിനാണ് അങ്ങനെ നല്ല റിലേഷൻഷിപ്പ് ഇല്ലാത്തത്? കേരളത്തിൽ നല്ല, ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തും ഇപ്പം അങ്ങനൊന്നും വലിയ നെഗറ്റീവായ ഒരു സമീപനം ഇല്ല. വ്യവസായി എന്ന നിലയിൽ അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഞാനതിനെ അദ്ദേഹത്തെ വിമർശിക്കാൻ തയ്യാറാവുന്നില്ല. എന്തായാലും ഈ വിവാദം കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടായത് കിറ്റക്സിൻ്റെ ഷെയർ ഓണേഴ്സിനാണ്. അത് നല്ലപോലെ മേലോട്ട് പോകുന്നതനുസരിച്ചിട്ട് അവരുടെ നെറ്റ്വർത്ത് കൂടും. അതൊന്നും ഞങ്ങളെതിരല്ല. പക്ഷെ യഥാർത്ഥ വസ്തുതയുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും കാര്യത്തിന് ഗവൺമെൻറ് ഒരു നെഗറ്റീവായ കാര്യം എടുത്തിട്ടില്ല. അതുകൊണ്ട് അവിടുത്തെ ഒരു കാര്യം അറിയാവുന്ന ആളുകളെന്ന നിലയിൽ നിങ്ങൾ ഈ കാര്യം പുറത്തു പറയണം. ഞാൻ മാത്രമല്ല, ഇന്ത്യയിലെ പ്രമുഖ വ്യവസായികൾ പറഞ്ഞിട്ടുണ്ടല്ലോ ഇക്കാര്യം. കേരളത്തിൽ വളരെ ഞാൻ അത്തരം വിവാദത്തിലേക്ക് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ പോയാൽ ഞാനിവിടെ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം മാറും. അവസാനം ജോമിയൊക്കെ അതിലേക്ക് കേന്ദ്രീകരിക്കും. ഞാൻ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. വേണമെങ്കിൽ പ്രത്യേക ഒരു പത്രസമ്മേളനം നടത്താം. എന്തായാലും കേരള ഗവൺമെൻറ്, കേരളത്തിലെ ജനങ്ങളും ഇത്തരം കാര്യത്തിൽ ഇങ്ങനെ കേരളത്തെ പറ്റി പറയരുതായിരുന്നു. ദൗർഭാഗ്യകരമാണ്. അത് നിങ്ങൾക്കും തോന്നും കേരളം അങ്ങനൊരു സ്ഥിതിയാണോ? ഇപ്പോൾ ഇവരാരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ അങ്ങനെ ഒരു ബിസിനസ് ഫ്രണ്ട്ലി ആയ അറ്റ്മോസ്ഫിയർ ഇല്ലെങ്കിൽ ഈ ആളുകളെല്ലാം ഇങ്ങനെ വരുന്നത്. ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ട് അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഞങ്ങൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് നിയമം കഴിഞ്ഞ പ്രാവശ്യം നടപ്പിലാക്കി. നൗ വി ആർ ഗോയിങ് ടു പാസ് സം ലോ ഇൻ ദി അസംബ്ലി ഫോർ ഗിവിങ് മാക്സിമം സപ്പോർട്ട് ടു ദി പീപ്പിൾ ഹു ആർ കമ്മിങ് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ്, ബിക്കോസ് ലൈസൻസിങ് അതുപോലുള്ള കാര്യങ്ങളിൽ അങ്ങനെല്ലാം നടപ്പിലാക്കുന്നതാണ്. എവിടെങ്കിലും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടോ? ലേബർ ഇഷ്യൂവോ പ്രശ്നമോ അനാവശ്യമായി തടസ്സപ്പെടുത്തുന്നതോ പിന്നെ റെഡ് ടേപ്പിസത്തിൻ്റെ പ്രശ്നമില്ല. സോ വാട്ട് ഐ എം സേയിങ് ഈസ് ദിസ് ഇസ് അൺഫോർച്ചുനേറ്റ്. അവരുടെ ഭാഗത്തു നിന്ന് അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അത് പക്ഷേ കേരളത്തെ കുറ്റം പറയരുത്. കേരളത്തിലെ 3.5 കോടിയിലധികം വരുന്ന കേരളത്തിലെ ജനങ്ങളെ അങ്ങനെ പറയാൻ പാടില്ല. അവർക്ക് നോക്കിയിട്ട് ഗവൺമെൻറ് ആ കാര്യത്തിൽ പറഞ്ഞു. മാത്രമല്ല, ഇക്കാര്യത്തിലൊരു വിവാദമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് ഗവൺമെൻറ്റിന് താല്പര്യമില്ലെന്നും ഗവൺമെൻറ് പറഞ്ഞു. അതുകൊണ്ട് ഇവിടെ ചോദിച്ചോണ്ട് ഞാൻ പറഞ്ഞാണ് there is for make ease of doing business, are you going to change some labor laws? no. One thing is sure, Kerala, we are particular about the basic rights of the laborers as well as the basic right of the industrialist. Labor laws are part of the laws which are prevailing in the country. So basic labor laws are there. Basic right of every human right is there. Minimum wages is there. That is there. This is not they are not saying about labor laws. No, ease of doing business is not dismantling labor laws. Ease of നീക്കമുണ്ടെന്നല്ല, ഞങ്ങൾ അഭ്യർത്ഥിച്ചു, വളരെ പോസിറ്റീവായി പറഞ്ഞിട്ടില്ല എന്നാണ് പറഞ്ഞു. മൊറട്ടോറിയം, there is no commitment or assurance from the part of the central government or minister. We are requesting for a moratorium, at least for 3, 4, 5 months, at least up to December. അതോടൊപ്പം തന്നെ ഈ സ്വകാര്യ ഇടപെടൽ സ്ഥാപനങ്ങളുടെ പ്രശ്നങ്ങൾ കേരളത്തിൽ അറിയിക്കുന്നുണ്ടോ? എന്തോപോലെ ഇടപെടുന്നുണ്ടോ? പക്ഷെ അതിൽ മൂർത്തമായിട്ട് അവരെ ഈ പിടിച്ചെടുക്കൽ തടഞ്ഞതിനോ ഭീഷണിപ്പെടുത്തുന്നതിനോ തടയാൻ കൃത്യമായി ഞങ്ങൾ ഈ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൂടി പെടുത്തി. നേരത്തെ ഞങ്ങൾ ഈ മൊറട്ടോറിയത്തിൻ്റെ കാര്യത്തിനകത്ത് മുഖ്യമന്ത്രിയുടെ തന്നെ കത്ത് പ്രൈം മിനിസ്റ്റർക്ക് വന്നിരുന്നു. ഞങ്ങൾ നേരത്തെ സംസാരിച്ചിരുന്നു. ഇന്നും ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. പക്ഷേ ഈ കടത്തിൻ്റെ പേരിൽ ആളുകളെ വല്ലാതെ ഹരാസ് ചെയ്യുന്ന കേസുകൾ വരുന്നുണ്ട്, ധാരാളം വരുന്നുണ്ട്. അത്തരം ആളുകൾ
നിയമവിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ചെയ്യാനൊന്നും അവകാശമില്ല. ആളുകളുടെ വീടുകളിൽ പോയിട്ട് അങ്ങനെ ഭീഷണിപ്പെടുത്തി ചെയ്യാൻ അവകാശമില്ല. അത് മുഖ്യമന്ത്രിയുടെ ഉൾപ്പെടെ ശ്രദ്ധപ്പെടുത്തി കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. എന്തായാലും ആളുകളെ അങ്ങനെ ഭീഷണിപ്പെടുത്തി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെന്ന് ഈ കോവിഡിൻ്റെ കാലത്ത് ആരെങ്കിലും ധരിക്കുന്നത് ശരിയല്ല. അത് ശരിയായൊരു സമീപനമല്ല. ചെറിയ 10,000, 30,000, 20,000, 40,000 ഒക്കെ പണം ലോൺ എടുത്തിരിക്കുന്ന ആളുകളുടെ വീട്ടിൽ പോയിരുന്നിട്ടാണ് ഭീഷണിപ്പെടുത്തുന്നത്. ഒരു ദിവസം വരുന്ന ഫോണുകളിൽ കുറേ ഫോണുകൾ അതാണ് ഈ മൊറട്ടോറിയം. പിന്നെ മൊറട്ടോറിയം എന്നൊന്നും അവർ പറയുന്നില്ല. ഞങ്ങളിങ്ങനെ ജോലിയൊന്നുമില്ല, 1 മാസത്തെ അടവുണ്ട്, 2 മാസത്തെ അടവുണ്ട്, ഞങ്ങളുടെ വീട്ടിൽ ഈ ബാങ്കുകളുടെ പേരൊന്നും ഞാൻ പറയുന്നത് ഔചിത്യമല്ല, ചെറിയ ചെറിയ ധനകാര്യ സ്ഥാപനങ്ങളുടെ. അതൊന്നും കൊമേഴ്സ്യൽ ബാങ്കുകളല്ല എന്നുകൂടെ മനസ്സിലാക്കിക്കോളൂ. എന്നാൽ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന നമ്മുടെ ധനകാര്യ സ്ഥാപനങ്ങൾ തന്നെയാണ്. അവരുടെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന്, ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് വല്ലാതെ ഹരാസ് ചെയ്യുന്ന സമീപനമുണ്ട്. അത്തരം സമീപനങ്ങൾ ശക്തമായിട്ടുള്ള നിലപാട് ഗവൺമെൻറ് എടുക്കും. അതിന് തപ്പുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, ഇന്ന് ഭാഗമായി കണ്ട ധനമന്ത്രി കിഫ്ബി വിഷയത്തിൽ പരസ്യമായി സ്റ്റേറ്റിനെതിരെ നിലപാടെടുത്തിട്ടുള്ളതാണ്. ആ കിഫ്ബിയുടെ കാര്യത്തിൽ എന്താണ് കേന്ദ്രവും കേരളവുമായിട്ടുള്ള എന്തെങ്കിലും ചർച്ചയുണ്ടോ, പ്രശ്ന പരിഹാരത്തിനൊരു ധാരണയുണ്ടോ എന്നുള്ളത് ഒന്ന്. രണ്ടാമത്, കേരളത്തിൽ ഈ ജനസംഖ്യാ നിയന്ത്രണം കേരളത്തിന് കേന്ദ്ര പദ്ധതികളുടെ കാര്യത്തിൽ ദോഷമുണ്ട്, പക്ഷേ കേരളത്തിന് ഒരു നേട്ടമാണ്. ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ഉൾപ്പെടെ ചില സംസ്ഥാനങ്ങൾ ജനസംഖ്യാ നിയന്ത്രണത്തിന് ശ്രമിക്കുന്നുണ്ട്. എന്താണ് ബാലഗോപാലിന്റെ നിലപാട്? ഞാൻ ആദ്യത്തെ കാര്യം പറയാം. ഈ കിഫ്ബിയുടെ കാര്യത്തിൽ ചില തെറ്റിദ്ധാരണ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അന്നത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായതുകൊണ്ടാണെന്നാണ് ഞാൻ കരുതുന്നത്. കേരളത്തിലെ MLA-മാർ പ്രതിപക്ഷം എന്ന നിലയിൽ അവരും ചില കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അത് സംബന്ധിച്ചുള്ള ആ സംശയങ്ങളൊക്കെ മിക്കവാറും ദൂരീകരിക്കപ്പെട്ടു എന്നാണ് ഞങ്ങൾ കരുതുന്നത്. കിഫ്ബിയുടെ കാര്യത്തിനകത്ത് വളരെ പ്രവർത്തന സജ്ജമായി പ്രവർത്തിക്കുകയാണ്. ധാരാളം പ്രവർത്തനങ്ങൾ നേരിടുന്നു. 17,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെ അതിൻ്റെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കുറേയേറെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വേണമെന്നൊക്കെ കേന്ദ്ര ഗവൺമെൻറ് പറയുമ്പോൾ നമ്മുടെ ബഡ്ജറ്റിനകത്തല്ലാതെ തന്നെ ധാരാളം അതിന് പുറത്താണ് ഈ 17,000 കോടി ചെയ്തത്. അതൊരു നല്ല മോഡലാണ് എന്ന നിലയിൽ തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ അങ്ങനത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ഒരു കമ്പനി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതും ഇതൊരു നല്ല മോഡലാണെന്നുള്ളത് കൊണ്ടായിരിക്കണമല്ലോ. ഏതായാലും ആ മേഖലയിൽ അത്രയും വലിയ സംശയമില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ സംശയം കുറച്ച് തീർന്നു കാണുമെന്നാണ് ഞാൻ കരുതുന്നത്. രണ്ടാമത്, പിന്നെ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഞങ്ങൾ മറ്റൊരു സ്റ്റേറ്റിനെ പറയില്ല. ഞാൻ പറഞ്ഞത് ഇന്ത്യയിൽ ശൗചാലയങ്ങൾ ഉണ്ടാക്കുന്നത് ഏറ്റവും പ്രയോറിറ്റി ആയിട്ട് ഒരു രാജ്യത്ത് നിൽക്കുമ്പോൾ ആ ശൗചാലയങ്ങളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു. എല്ലാ കുട്ടികളും പഠിക്കാൻ പോകുന്നുണ്ട്, എല്ലായിടത്തും നല്ല ആരോഗ്യ സംവിധാനമുണ്ട് എന്നെല്ലാമുള്ള ഡെവലപ്മെൻറ്റ് വരുന്നത്, നിങ്ങൾക്ക് നല്ല സ്കൂളുണ്ട്, നല്ല ശൗചാലയങ്ങളുണ്ട്, നല്ല റോഡുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി പണം തരണ്ടല്ലോ എന്ന് പറയുന്നത് ഡിട്രിമെൻ്റലാണ്. അത് സ്റ്റേറ്റിൻ്റെ താല്പര്യത്തിന് നിരക്കുന്നതല്ല. അത് കുറേയേറെ സ്റ്റേറ്റുകൾ അങ്ങനെ പ്രശ്നമുണ്ട്. രണ്ടാമത്, പോപ്പുലേഷൻ്റെ കാര്യത്തിൽ പോപ്പുലേഷൻ കൺട്രോൾ ഉണ്ടായി. പോപ്പുലേഷൻ്റെ കൺട്രോൾ ഉണ്ടാകുമ്പം ഇത് മാത്രമല്ല, ഈ പോപ്പുലേഷനിൽ വെച്ചിട്ട് 1971 പോപ്പുലേഷനും 2011 പോപ്പുലേഷനുമായിട്ട് വരുമ്പം നിരവധി കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരാം. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഒരു ഫെഡറൽ സ്വഭാവമുള്ള രാജ്യത്ത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പലതും തീരുമാനിച്ചാൽ ഞാൻ വിട്ടുപറയുന്നില്ല. പല മേഖലയിലും സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾ പണ്ടുണ്ടായിരുന്ന ആ സ്റ്റാറ്റസ് കോയ്ക്ക് ബാധിക്കുന്ന പ്രശ്നങ്ങൾ വരാം. അതെല്ലാം ഒരു രാജ്യമെന്ന നിലയിൽ നമ്മളെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് ജനസംഖ്യ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന സ്റ്റേറ്റുകൾ അത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കണം. നമ്മളും അക്കാര്യത്തിനകത്ത് സഹായിക്കാം. നമുക്കാണെങ്കിൽ നെഗറ്റീവ് ഗ്രോത്ത് എന്ന് പറയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട്. അത് പിന്നെ അതുകൊണ്ടാണ് നമ്മളിത് കൺട്രോൾ ചെയ്ത് പോകുന്നത്. ഉത്തർപ്രദേശും ആസാമും ഒക്കെ ചെയ്യുന്ന ജനസംഖ്യാ നിയന്ത്രണം ഒരു നല്ല നടപടിയായിട്ട് നമുക്ക് പറയാം എന്നല്ല ഞാൻ പറയുന്നത്. ഇന്ത്യ ഗവൺമെൻറ് പൊതുവിൽ ചെയ്യുന്ന കാര്യങ്ങൾ, ജനസംഖ്യാ നിയന്ത്രണം ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക വ്യക്തിയെ എന്താണ് ജോമി ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങളുടെ മനസ്സിലുള്ള കാര്യം ചോദിച്ചിട്ട് ഞാൻ അതിനെ മറുപടി പറഞ്ഞു എന്ന് പറഞ്ഞത് ശരിയല്ല. ഞാൻ പറഞ്ഞ ജനസംഖ്യാ നിയന്ത്രണം സംബന്ധിച്ച് നേരത്തെ നമ്മൾ പൊതുവിൽ അംഗീകരിച്ചിട്ടുള്ള, അതായത് അടിയന്തരാവസ്ഥ കാലത്ത് സഞ്ജയ് ഗാന്ധി ചെയ്ത ജനസംഖ്യാ നിയന്ത്രണം നല്ലതാണെന്ന് നിങ്ങൾ പറയുന്നുണ്ടോ? ഞാനും പറയുന്നില്ല, നിങ്ങളും പറയുന്നില്ല. അതുപോലെ എന്തെങ്കിലും നിയമവിരുദ്ധമായ ജനസംഖ്യാ നിയന്ത്രണ പ്രവർത്തനങ്ങൾ ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അതല്ല. പക്ഷേ പൊതുവിൽ അംഗീകരിച്ച ഒരു പോളിസിയുടെ ഭാഗമായിട്ട് ജനസംഖ്യാ നിയന്ത്രണം വരുന്നു, മറ്റു കാര്യങ്ങൾ വരുന്നു. ഇവിടെ ജനസംഖ്യ നന്നായി നിയന്ത്രിക്കുകയും പിന്നെ പൊതുവിൽ ഈ പറഞ്ഞ വിദ്യാഭ്യാസത്തിൻ്റെയും ആരോഗ്യത്തിൻ്റെയും എല്ലാം കാര്യത്തിൽ മെച്ചപ്പെട്ട കാര്യങ്ങൾ ചെയ്തു. ഇപ്പോൾ തന്നെ നമുക്ക് ഏറ്റവും നന്നായിട്ടുള്ള ഈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിന് വീണ്ടും 1-ാം റാങ്ക് കിട്ടി. അതെല്ലാം പൊതുവിൽ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെയാണ്. ഏതെങ്കിലും മുന്നണിയുടെയോ രാഷ്ട്രീയ പാർട്ടിയുടെ മാത്രമായിട്ടല്ല ഞങ്ങൾ പറയുന്നത്. എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരുമായ ആളുകളെല്ലാം ചേർന്ന് കേരളത്തിലുണ്ടാക്കിയ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പുരോഗതിയാണ്. ആ പുരോഗതി നമുക്കെതിരായിട്ട് നമ്മളെ പീനലൈസ് ചെയ്യാനുള്ള കാര്യമാവരുത് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. എന്നല്ല പറഞ്ഞ്, അതാണ് ഞാൻ പറഞ്ഞത്. ഒരു പാർട്ട് എടുത്തിട്ട് മാത്രം നോക്കിയാൽ ശരിയാവില്ല. നമ്മുടെ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്
അത് ജനസംഖ്യ മാത്രമൊന്നുമല്ല, നല്ല വിദ്യാഭ്യാസം, നല്ല ആരോഗ്യം, നമ്മുടെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് തുല്യമായിട്ടുള്ള മാതൃമരണ നിരക്കും ശിശുമരണ നിരക്കും, ഹെൽത്ത് തുടങ്ങിയ കാര്യങ്ങളിൽ നമുക്ക് ഒത്തിരി നേട്ടമുണ്ട്. ആ നേട്ടങ്ങൾ ജനസംഖ്യ കൂടുതലുള്ളിടത്തും ഉണ്ടാവാം, ജനസംഖ്യ കുറഞ്ഞിടത്തുണ്ടാവും. പക്ഷേ പൊതുവിൽ ചില തിയറികളുണ്ട്. അതുകൊണ്ട് ജനസംഖ്യയുടെ മാത്രം പ്രശ്നമല്ല പറഞ്ഞു. കേരളത്തിന് ഡെവലപ്മെൻറ്റ് ഗോൾസിൽ ഇന്ന കാര്യങ്ങളുണ്ട്. കേരളം മാത്രമല്ല, മറ്റ് സ്റ്റേറ്റുകളുണ്ട്. ആ സ്റ്റേറ്റുകളുടെ പേര് ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെ വന്നതുകൊണ്ട് കേരളത്തിന് 1980-കളിൽ കിട്ടിക്കൊണ്ടിരുന്ന 100 രൂപ ചിലവാക്കുമ്പം സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് പങ്കുവെക്കുമ്പം 3.92 റുപ്പീസ് കേരളത്തിന് കിട്ടുമായിരുന്നത് ഇപ്പോൾ 1.92 ഉള്ളൂ. അത് ഇൻജസ്റ്റിസ് ആണ്, അതേ ഉള്ളൂ. Could you tell this in English? The population control. രണ്ട് വിഷയങ്ങൾ. ഒന്ന്, ഈ സംസ്ഥാനത്തിന്റെ വരുമാന ഇടിവുമായിട്ട് ബന്ധപ്പെട്ടത് തന്നെയാണ്. അതായത് ഈ പെട്രോൾ വില വർധനവുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കുമ്പോൾ ഇപ്പൊ BJPയും അല്ലെങ്കിൽ ഇവിടുത്തെ കേന്ദ്ര സർക്കാരും പറയുന്നത് എന്തുകൊണ്ട് സംസ്ഥാനങ്ങൾ ഇതിനുമേലുള്ള നികുതി കുറയ്ക്കുന്നില്ല? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഇത് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ എന്തുകൊണ്ട് നികുതി കുറയ്ക്കുന്നില്ല, ജനങ്ങളെ സഹായിക്കുന്നില്ല എന്നുള്ള ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം, ഈ കോവിഡുമായി ബന്ധപ്പെട്ടാണെങ്കിലും അതിന് മുമ്പാണെങ്കിലും ഏറ്റവും കൂടുതൽ ഈ തിരിച്ചുവരവ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനം നമ്മളാണ്. നമ്മുടെ വികസനവുമായി ബന്ധപ്പെട്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് പ്രവാസികൾ വലിയ തോതിൽ തിരിച്ചു വരും. ഇവരെ പുനരധിവസിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഇവർക്ക് തൊഴിൽ നൽകുന്നതിന് കേരളത്തിന്റെ ലിമിറ്റഡ് റിസോഴ്സിന് കൊണ്ട് നമുക്ക് സാധിക്കില്ല. കേന്ദ്രവുമായി ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ അത്ര എന്തെങ്കിലും പദ്ധതികൾ മുന്നോട്ട് വെച്ചിട്ട് കേന്ദ്രത്തിന്റെ സഹായം ചോദിക്കുകയോ അല്ലെങ്കിൽ സംയുക്തമായിട്ട് പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള എന്തെങ്കിലും ചർച്ച നടത്തും? ഒന്നാമത് what I said about the population and all, because we were not getting the devolution, central government devolution as earlier, because we have achieved certain goals in the health sector, education sector, other development index. We have achieved certain level, and population wise also, demographically also, our population control is there. So number wise, head wise, our number is reduced. So the devolution theory which the central government, the finance commission now adopted, is not helpful for the states which already achieve these goals. We are not getting the necessary or due share. That is what I said about that. Many states have this complaint about the devolution policy, especially the latest thing. ഇത് പെട്രോളിൻ്റെ കാര്യത്തിനകത്ത് നേരത്തെ കേരളത്തിലെ അസംബ്ലിയിൽ വളരെ സീരിയസ് ആയിട്ട് ഈ വിഷയം വന്നായിരുന്നു. ഈ പെട്രോൾ വില സംബന്ധിച്ച് അടിയന്തര പ്രമേയം തന്നെ വന്നിരുന്നു. അന്ന് ഇന്ത്യയിലെ സ്റ്റേറ്റുകളുടെ ഒരു കണക്ക് ഞാൻ എടുത്തിരുന്നു. ഏറ്റവും കുറച്ച് സ്റ്റേറ്റ് ടാക്സ് ഈടാക്കുന്ന സംസ്ഥാനങ്ങളിലൊന്ന് കേരളമാണ്. രാജസ്ഥാനിൽ 36%, 35% ഈടാക്കുന്നത്. കേരളത്തിൽ 30.4 മറ്റുമാണ് പെട്രോളിൻ്റെ. അപ്പോൾ രാജസ്ഥാൻ്റെ കണക്കെടുത്തത് ഞാൻ വേറെ ഒന്നുമില്ല. കേരളത്തിലെ പ്രധാന പ്രതിപക്ഷം കോൺഗ്രസ് ആയതുകൊണ്ട് രാജസ്ഥാനിൽ ഇതാണ് ശതമാനം എന്ന് പറയുന്നതാണല്ലോ അവർക്ക് മനസ്സിലാവാൻ നല്ലതെന്നുള്ളതുകൊണ്ടാണ് ഞാൻ കണക്കെടുത്തത്. പിന്നെ പഞ്ചാബിൽ ഇതിനേക്കാളും കൂടുതലാണ്. അവർ കിലോ ലിറ്റർ 1000 ലിറ്ററിൻ്റെ മേളിൽ ഇത്ര എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു പാക്കേജാണ്. പിന്നെ രാജസ്ഥാനേക്കാളും കൂടുതൽ ടാക്സ് വരും. മഹാരാഷ്ട്രയിൽ കുറവില്ല. ഞാൻ ഈ സ്റ്റേറ്റുകളെ ഒന്നും കുറ്റം പറയല്ല. കാരണം സ്റ്റേറ്റുകൾ ടാക്സ് ഈടാക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ള ആകെ ഒരു വരുമാനത്തിൻ്റെ സ്രോതസ്സാണിത്. ഇന്ത്യ ഗവൺമെൻറ് 34 രൂപയാണ്, അറൗണ്ട് 34 റുപ്പീസ് ഇപ്പോൾ ഈ 1 ലിറ്റർ പെട്രോളിൽ സെൻട്രൽ ടാക്സസ് ആയി മേടിക്കുന്നത്. ഇതിനകത്ത് 4 രൂപ മാത്രമേ ഉള്ളൂ ടാക്സിൻ്റെ പരിധിയിൽ ഡിവല്യൂഷൻ ഉള്ളത്, ഓൺലി 4 റുപ്പീസ്. അതിൻ്റെ 42% ഇറ്റ് ഷുഡ് ഗോ ടു ദി സ്റ്റേറ്റ്സ് ഫോർ ഡിവല്യൂഷൻ. ബാക്കി 30 റുപ്പീസ് പെർ ലിറ്റർ സെസ് ആണ്. സെസ് എന്ന് പറഞ്ഞാൽ ഡിവല്യൂഷൻ വരില്ല. സോ ഇറ്റ് ഇസ് എ വെരി ഗുഡ് തിങ് ഫോർ ദം, കളക്ടിങ് സെസ് ആൻഡ് ടേക്കിംഗ് ഇറ്റ് ടോട്ടലി ഫോർ ദം. സോ ഇതാണ് ഇഷ്യൂ. ഇവിടെ സ്റ്റേറ്റിൻ്റെ കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മേളിൽ വരുന്നേ ഉള്ളൂ. സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ആകെ കിട്ടുന്ന പണമാണ്. അതിനകത്ത് 1 രൂപ കുറയ്ക്കണമെങ്കിൽ എത്ര ശതമാനം കുറയ്ക്കണമെന്നുള്ള ആലോചിച്ച് നോക്കിയോ ഈ തരത്തിൽ നോക്കുമ്പോൾ. അപ്പോൾ പിന്നൊരു കാര്യം വന്നു, നിങ്ങൾ ചോദിച്ചില്ല, ചിലപ്പോൾ ചോദിക്കുമായിരിക്കും, അല്ലെ ചോദിക്കാതിരുന്നായിരിക്കും. GSTക്കകത്തേക്ക് എന്താ ഇതെടുത്താത്തെന്ന് ചോദിക്കുന്നുണ്ട്. GST വന്നിട്ട് GSTയിൽ ആകെ ഇല്ലാത്ത 2 സാധനങ്ങളേ ഉള്ളൂ, പെട്രോളിയവും മദ്യവും. ഈ 2 സാധനങ്ങൾക്ക് മാത്രമാണ് സ്റ്റേറ്റുകൾക്ക് സ്വന്തമായിട്ട് ടാക്സ് ഈടാക്കാനുള്ള അവകാശം. ഇപ്പം തന്നെ തരേണ്ട പണത്തിനാണല്ലോ ഇവിടെ വന്ന് ധനകാര്യമന്ത്രിയെ കാണാൻ വന്നത്. 4500 കോടി തരാനുണ്ട്, അത് തരണമെന്ന് പറയുകയാണല്ലോ. നമുക്ക് തരേണ്ട പണം തരണമെന്ന് പറഞ്ഞ് ഇപ്പം തന്നെ പറയുക. ഈ പെട്രോളും മദ്യവും കൂടെ എല്ലാം ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പ്രത്യേക ഒരു മന്ത്രി കുറച്ച് പേരെ ചുമതലപ്പെടുത്തേണ്ടി വരും. ഇവിടുന്ന് കിട്ടാനുള്ള പണം മേടിക്കാനായിട്ട് സ്ഥിരമായിട്ട് ഡൽഹി നിൽക്കേണ്ടി വരും, പണ്ട് വൈസ്രോയുടെ കാലത്തുണ്ടായിരുന്ന പോലെ. അപ്പോൾ അതുകൊണ്ട് GST എന്ന് പറയുന്ന സമ്പ്രദായത്തിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളുടെയും ഫിസിക്കലായിട്ടുള്ള പവേഴ്സിനെ വിട്ടുകൊടുക്കുന്നത് ശരിയല്ല. അതൊരു പോളിസി പ്രശ്നമാണ്. കേരളത്തിലെ ജനങ്ങൾക്കറിയാം ടാക്സ് കൂടുതലാണ് മേടിക്കുന്നെങ്കിൽ, LDF മേടിക്കുന്നെങ്കിൽ ജനങ്ങൾക്ക് തിരുത്താൻ അറിയാം. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതാണ്. ജനങ്ങൾക്ക് മോശമാണ് ഭരണം എന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുക്കാതിരിക്കാനും അറിയാം.
അതുകൊണ്ട് ഈ നമ്മുടെ ഇത് ചെറിയൊരു പ്രശ്നമല്ല, ഇത് ലോകത്ത് ജനകീയ ഭരണമോ രാജാക്കന്മാരുടെ ഭരണമോ ഉണ്ടായപ്പോൾ തൊട്ടുള്ള കാര്യമാണ്. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഇത് ടാക്സുമായി ബന്ധപ്പെട്ടിട്ടേ ഉണ്ടാവും.